മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ ജോലി തട്ടിപ്പ്. പാലപ്പുറം സ്വദേശി ഹരിദാസനിൽ നിന്നാണ് മക്കൾക്ക് സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന പേരിൽ പ്രതി പണം തട്ടിയത്. തട്ടിപ്പിൽ പനമണ്ണ സ്വദേശി മുഹമ്മദ് അലി പിടിയിലായി. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, മുഖ്യമന്ത്രിയുടെ പേരെങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഉപയോഗിച്ചത്? അതായത് പാലപ്പുറം സ്വദേശിയായ ബേക്കറി ജീവനക്കാരന്റെ 2 മക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. ഇതിൽ ഒരാൾ പിടിയിലാകാനുണ്ട്. മുഹമ്മദ് അലിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. ഇയാൾ സെക്രട്ടേറിയറ്റിൽ ബൈൻഡിംഗ് ജോലി ചെയ്തിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടാക്കി, അങ്ങനെ നല്ല പരിചയം മുഖ്യമന്ത്രിയുമായി ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് പാലപ്പുറം സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റിയത്. കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് ഇത്തരത്തിൽ പണം വാങ്ങിയിരുന്നു. അങ്ങനെ ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ, 8,57,000 രൂപ പലപ്പോഴായി അക്കൗണ്ട് വഴിയും അല്ലാതെയും ഒക്കെ കൈക്കലാക്കി. അതിനുശേഷം പിന്നീട് ജോലിയോ പണമോ തിരികെ ലഭിക്കാതായതോടുകൂടിയാണ് ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടത്. അങ്ങനെയാണ് ഇത് വിവരം പോലീസ് അറിയുകയും അതിനെ തുടർന്ന് മുഹമ്മദ് അലിയെ പോലീസ് താൽക്കാലിക ജോലിയാണോ? ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ജോലിയാണ് വാഗ്ദാനം ചെയ്തത്? കാരണം പിൻവാതിൽ നിയമനമൊക്കെ പലയിടത്തും നടക്കുന്ന ഒന്നാണ്. ഇപ്പോഴിത് ജോലി നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് പരാതിയായി ഇയാൾ പിടിയിലാവുകയും ചെയ്തു. എന്ത് ജോലിയാണ്? അത്തരം വിശദാംശങ്ങൾ ഉണ്ടോ? ആ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുള്ളൂ. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. അതായത് 2 മക്കൾക്കും അതിൽ ഒരാൾക്ക് ചില കാഴ്ച പരിമിതികളുണ്ട് ഈ മക്കൾക്ക്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ സർക്കാർ ജോലി, സ്ഥിരം ജോലി നൽകാമെന്നാണ് ഇയാൾ വാഗ്ദാനം ചെയ്തതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് ഈ പണം കൈപ്പറ്റിയത്. ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ, 8,57,000 രൂപ കൈക്കലാക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പണമോ അല്ലെങ്കിൽ ജോലിയോ തിരികെ ലഭിക്കാതായതോടുകൂടിയാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തു വരുന്നത്. മാത്രമല്ല പലരിൽ നിന്നും ഇയാൾ ഇങ്ങനെ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടയിൽ ഒരാളാണ് ഇയാളെ പരിചയപ്പെടുത്തി കൊടുത്തത്. 1-ാം പ്രതിയായിട്ടുള്ള കോതക്കുറിശി സ്വദേശി മുത്തു എന്ന് പറയുന്ന ഒരാൾ കൂടി ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളെ കൂടി പിടിയിലായതോടുകൂടി മാത്രമേ ഈ ഒരു തട്ടിപ്പിന്റെ പൂർണ്ണ വിവരം പുറത്തു വരൂ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം.